ഹലോ, ഞാൻ കാലിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ലെന്ന് ഓർത്തപ്പോ വിളിച്ചതാ. ഇനിയും വേദന നീരൊക്കെ കൂടുകയാണെ മുറിച്ച് കളയുന്നതാ ബെറ്റർ കേട്ടോ. അതൊരു ഫ്രണ്ടാ. നോക്കട്ടെ, ഇതാണ് നീ പ്രണയത്തിൽ മുങ്ങി എന്നതിന്റെ ലക്ഷണം. നിങ്ങൾക്കിനി നിങ്ങളുടെ സ്വകാര്യങ്ങൾ. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പേട്ടാ മോനെ, എന്തായാലും അവളിനി പ്രണയം പറയാൻ വരട്ടെ. അത് കഴിഞ്ഞ് കൂരായണ എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ നടക്കില്ല. ആരാ നീ? രാത്രി എവിടെ പോണ്ട? ചോദിച്ച മനസ്സിലായില്ലേ? രാത്രി എവിടെ പോണെന്ന്? ഇതൊന്നാ കണ്ണിലിട്ട് പേടിപ്പിക്കണം. ബോട്ടണിയിലെ സൂസമ്മയുടെ കയ്യും പിടിച്ചിരിക്കുമ്പോഴാ അവിടെ ചേട്ടന്റെ വരവ്. അവസാനം കണ്ട അലവലാദികളുടെ കയ്യും കാലും പിടിച്ചാ ഞാൻ അവനെ രക്ഷിച്ചത്. അത് ഓർമ്മ വേണം. എന്റെ പരിമലത്തിരുമേനി ഇനിയും വരല്ലേ എടുത്തി. അവള് നീ പ്രശാന്തനെ വിളിച്ചോളൂ. ഞങ്ങൾ ഇവിടെ മാനേജ് ചെയ്തോളാം. അല്ല, മാനേജ് ചെയ്തോളാം. അല്ല, ഹോളിഡേ ഇവിടെ ആഘോഷിക്കാനുള്ള. അല്ല പ്രശാന്ത്. അയ്യോ, അവന്റെ കാലിനൊരു കുഴപ്പമില്ല. അവനിപ്പോ ഓടിക്കളിക്കായിരിക്കും. കാമുകി കാല് മാറി കാമുകം വിഷം കഴിച്ച് മരിച്ചു. ഈ കാമുകന്മാരുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂട്ടാ. സമയത്ത് പാർട്ടിക്ക് എത്താത്ത കാമുകന്റെ എന്തോ കാമുകി ഛേദിച്ചു. നീ പേടിക്കണ്ട, ഇത് ഇംഗ്ലണ്ടില. ലേഡീസിന് ഇത് പ്രൊഹിബിറ്റഡ് ഏരിയ. എത്തും പ്രശാന്ത്, ഇപ്പൊ എത്തും അല്ലടാ. ഇവിടെ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. വീണു. നിങ്ങൾ പെട്ടെന്ന് ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോ. അതല്ല, പിന്നെ വീണ ഇവിടെ വന്നിട്ടുണ്ട്. നീ എന്താ പറഞ്ഞ? കാമുകൻ വിഷം കഴിച്ചു അല്ലേ? ദേ വന്നു. ഞാനാണ് സാർ. എന്തിനാ അരവിന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കുട്ടി മെൻസ് ഹോസ്റ്റലിന്റെ മുറ്റത്തുണ്ടായിരുന്നു. എന്തിന്? കുട്ടി ഒന്നും പറയണമെന്നില്ല. കുറച്ച് നാളെ ഞാനിത് ശ്രദ്ധിക്കുന്നു. ലവ്, ഡിവൈൻ ലവ്, അതൊരാളോട് എക്സ്പ്രസ് ചെയ്യാനായിരുന്നല്ലോ ആ ഓട്ടം. സ്നേഹം, പ്രണയം, ഇതിനൊന്നും ഞാനെതിരല്ല. പക്ഷെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവണം. മിസ്, ഇനി ഞാനൊന്നും ഹൈഡ് ചെയ്യുന്നില്ല. എനിക്കിഷ്ടമാണ് പ്രശാന്തനോട് ഒരുപാട്. ഐ മീൻ ലവ് വിത്ത് ഹിം. ബട്ട് അത് മിസ് കരുതും പോലെയല്ല. ഹി ഈസ് ട്രൂ, ടു ഇന്നസെന്റ്. ഒരാളോട് പ്രണയം തോന്നുമ്പോൾ അയാൾക്ക് ഇല്ലാത്ത ക്വാളിറ്റീസ് കണ്ടെത്താനാണോ പ്രയാസം? തന്നെ പോലെ ഇന്റലിജന്റ് ആയ സ്റ്റുഡന്റ് ഇങ്ങനെ വിഡ്ഢിയാവുന്ന കൊണ്ട് ചോദിക്കുക. പ്രശാന്തിനെ കുറിച്ച് അറിഞ്ഞതും കേട്ടതും ഒക്കെ സത്യമാണെന്ന് ഉറപ്പുണ്ടോ തനിക്ക്? തീർച്ചയായും ഉറപ്പുണ്ട് മാം. എങ്കിൽ ഈ ഡയലോഗ് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്കൂ.
എനിക്കറിയാം കുട്ടി ഈസി അവൻ ചെയ്തിട്ടുണ്ടാവും. റിയലി ഞാനും അത് തന്നെ ആഗ്രഹിച്ചത്. എന്തായാലും ഈ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളൊക്കെ അപ്പേട്ടനെന്ന് പാടി പുകഴ്ത്തുന്ന ആ മഹാന്റെയാ. എന്ന് വെച്ച പ്രശാന്ത് കുട്ടിയോട് കാണിച്ച അടുപ്പം, ഇഷ്ടം, താല്പര്യം ഒന്നും അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായതല്ല. അപ്പേട്ടന്റെ തിരക്കഥ, പ്രശാന്തിന്റെ അഭിനയം, രണ്ടുപേരും ഓസ്കർ അല്ല ഡബിൾ ഓസ്കർ അർഹിക്കുന്നത്. കുട്ടിക്കത് മനസ്സിലായില്ല. കാരണം കുട്ടി ആദ്യമേ അതിൽ മയങ്ങി വീണു. അല്പം മുമ്പ് നിങ്ങളുടെ അപ്പേട്ടന്റെ ഒരു നാടകത്തിന്റെ തിരശ്ശീല വീണു. ഇപ്പോ മറ്റൊന്നിൻ്റെ ഞാൻ വിശ്വസിക്കുന്നു. അതോ ഇനിയും കൂടുതൽ തെളിവുകൾ വേണോ കുട്ടിക്ക്? പക്ഷെ ഈ നാടകത്തിന്റെ പർപ്പസ് എനിക്ക് മനസ്സിലാവാത്തെ. എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു സത്യമെങ്കിലും ജീവിതത്തിൽ പറഞ്ഞാ കൊള്ളാം. ഈ ഹാൻഡ് റൈറ്റിംഗ് അപ്പേട്ടന്റെ ആണോ? അപ്പൊ ഞാൻ നിങ്ങളുടെ നാടകത്തിലെ വെറും ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അല്ലേ? സ്റ്റഡീസ് കഴിഞ്ഞ് ഈ ക്യാമ്പസിന്റെ പടി ഇറങ്ങിയാലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യില്ലെന്ന് ഞാൻ കരുതി. അങ്ങനെ ചിന്തിക്കാനുള്ള മെച്യൂരിറ്റി എനിക്കില്ലെന്നറിയാം. എന്നിട്ട് ഞാൻ സ്വപ്നം കണ്ടു, ലൈഫ് ലോങ് സൗഹൃദം, റിലേഷൻഷിപ്പ് എല്ലാം ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് പുച്ഛം തോന്നുന്നു, നിങ്ങളോടല്ല എന്നോട് തന്നെ. ഇത്രയും ചീപ്പായ ഒരാളുടെ ട്രാപ്പിൽ വീണ് പോയതിന്. വേണ്ട, ഇനി എന്റെ മനസ്സിൽ പ്രശാന്ത് ഇല്ല. തിരിച്ചു അങ്ങനെ ആയിരിക്കണം പ്ലീസ്. സമരം ചെയ്യാൻ വരട്ടെ. ഇതിപ്പോ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ? ആര് പറഞ്ഞു? ഒരു കാര്യമില്ലാതെ. ആര് പറഞ്ഞു ഒരു കാര്യമില്ലെന്ന്? ഇത് ഷാജി, തൊപ്പി ഷാജി. ഇവനെ ദുർഗുണ പരിഹാര പാഠശാലയില് അരവിന്ദന്റെ ക്ലാസ്മേറ്റ്. യവനെ ഇന്നലെ പൊക്കിയപ്പം യവന്റെ കയ്യിൽ 10,100 ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഒരാഴ്ചയായിട്ട് മെൻസ് ഹോസ്റ്റലിൽ ഒളിച്ചു താമസിച്ചാണ് ഈ ഫ്രാഡ് ഇത്രയും മോഷണങ്ങൾ നടത്തിയത്. അതിന് വളരെ സുന്ദരമായ സൗകര്യങ്ങൾ ഉണ്ടായി കൊടുത്തത് ഈ സാറും ഈ വലിയ സാറും വലിയ പുണ്യാളെന്ന് വിശേഷിപ്പിക്കുന്ന ഈ. ഇവൻ എന്നോട് പറഞ്ഞത് അടുത്ത വീട്ടിലെ പെൺകുട്ടിയുടെ പ്രേമം, അവളുടെ വീട്ടുകാർ ഇവനെ കൊല്ലാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ കള്ളക്കഥ മുഴുവൻ ഞാൻ വിശ്വസിച്ചു അപ്പേട്ട. ഞാൻ ഹോസ്റ്റലിൽ വരെ താമസിപ്പിച്ചു അപ്പേട്ട. എന്നാലും നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു. ചതിച്ചല്ലോടാ നീ എന്നെ. അപ്പേട്ട, എന്നെ രക്ഷിക്കാൻ എന്നെ കൈപിടിച്ച് ഒരാളുണ്ടായിരുന്നില്ല അപ്പേട്ട. അപ്പേട്ട, അപ്പേട്ട ഞാൻ ചതിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കാൻ അപ്പേട്ട.